ഇന്ന് മലപ്പുറത്ത് നിന്ന് നമുക്ക് ഞെട്ടിപ്പിക്കുന്നൊരു വാർത്ത കേട്ടു. വിഷബാധയേറ്റ ഒരു കുട്ടി മരിച്ചു എന്ന്. അതും കടിയേറ്റത്തിന് ശേഷം പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫിലാക്സിസ് ആയിട്ട് വാക്സിൻ എടുത്തിട്ടും എങ്ങനെ മരിച്ചു എന്നുള്ളത്. ഒന്നാമത്തത്, ഈ വാക്സിൻ എടുക്കുന്നതിൽ ടൈമിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഞരമ്പുകൾ വഴി തലച്ചോറിലേക്ക് വൈറസ് പ്രവേശിച്ചിട്ടാണ് എന്തുണ്ടാകുന്നത്, ഈ ഒരു വിഷബാധ ഉണ്ടാകുന്നത്. അപ്പം ഇത് ആ തലയിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഇത് കൊടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ എഫക്റ്റ് കിട്ടൂല. പിന്നെ കടിയേറ്റ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മുഖത്ത്, തലയിൽ, കയ്യിൻ്റെ ഈ ഭാഗത്ത്, നമ്മുടെ തലച്ചോറുമായി കഴുത്തിൽ ഒക്കെ വടിയേറ്റ് കഴിഞ്ഞാൽ കൈകളിൽ ഞരമ്പ് കൂടുതലും സെൻസേഷൻ കൂടുതലും ഇത് തലച്ചോറിനോട് അടുത്ത് കിടക്കുന്ന ഭാഗത്തും കടിയേറ്റ് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫിലാക്സിസ് വാക്സിൻ എടുത്തതിന് ശേഷവും ചിലപ്പം റാബീസ് ബാധിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരുപാട് സ്ഥലത്ത് കടിയേറ്റാൽ ചിലപ്പം വരാൻ സാധ്യതയുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, ഈ വാക്സിൻ എടുത്തിട്ട് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ, വാക്സിൻ എടുത്തിട്ട് ഇതിൻ്റെ പ്രതിരോധം ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ വൈറസ് തലയിൽ പോയിട്ട് ആക്രമിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മരണം സംഭവിക്കാനും ഈ റാബീസ് ബാധിക്കാനും അത് വരാനുള്ള മരണം വരാനും സാധ്യതയുണ്ട്. ഒരു പട്ടിയുടെയോ അല്ലെ പൂച്ചയുടെയോ കടിയേറ്റ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മൾ ചെയ്യേണ്ടതാണ്, ആ കടിയേറ്റ ഭാഗത്ത് നന്നായിട്ട് വാഷ് ചെയ്യണം. ഈ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ വൈറസിൻ്റെ ലോഡ് ഒരുപാട് കുറയും എന്നുള്ളതാണ്. പിന്നെ വാക്സിൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ റാബീസ് ഇമ്മ്യൂണോഗ്ലോബുലിനും ഇതിൻ്റെ കൂടെ അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അത്യാവശ്യമായ ഒരു ഘട്ടത്തിൽ റാബീസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ വാക്സിൻ്റെ കൂടെ കൊടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പം ഇതിൽ ഫെയിലർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കുറച്ച് മുമ്പ് നമ്മുടെ നാട്ടിൽ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത വാക്സിൻ കൊടുത്തിട്ടുള്ള പ്രശ്നം കണ്ടിട്ടുണ്ട്. അത് മൂലവും വരാം. പിന്നെ അഡ്മിനിസ്റ്റർ ചെയ്തതിൻ്റെ രീതിയിലുള്ള മാറ്റം, അതും ഇതിൽ ഫെയിലർ ഉണ്ടാക്കാൻ സാധിക്കും.